ഡാർക്ക് നെറ്റ് ലഹരി കേസിൽ പ്രതികളെ 4 ദിവസത്തേക്ക് NCB കസ്റ്റഡിയിൽ വിട്ടു. മുഖ്യപ്രതി എഡിസൺ ബാബുവിനെയും അരുൺ തോമസിനെയുമാണ് എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി കസ്റ്റഡിയിൽ വിട്ടത്. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, എത്ര ദിവസത്തേക്കായിരുന്നു NCBയുടെ കസ്റ്റഡി ആവശ്യം? ഇതിൽ ഒരുപാട് ഇതിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇതുവരെ NCB കൂടുതൽ പേരിലേക്ക് എത്തേണ്ടതുണ്ട്. അങ്ങനെ അന്വേഷണം അതിൻ്റെ ഒരു നിർണായക ഘട്ടത്തിലാണ്. അതിനിടയിലാണ് പ്രതികളെ കസ്റ്റഡിയിൽ കിട്ടുന്നത്. ഇത് പ്രധാനവുമാണ്. എന്താണ് NCBയുടെ തുടർ നീക്കം, വിഷ്ണു? ഡാർക്ക് നെറ്റ് ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് NCBയുടെ അന്വേഷണം നിർണായകമായ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അതിൽ പ്രധാനമായും ഈ പ്രതികളെ ചോദ്യം ചെയ്യുന്ന വഴി കൂടുതൽ ആളുകളിലേക്ക്, ഇതൊരു വലിയ ശൃംഖലയാണ്, അതുകൊണ്ട് കൂടുതൽ ആളുകളിലേക്ക് എത്താൻ കഴിയും എന്ന പ്രതീക്ഷയാണ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ഇപ്പോൾ പങ്കുവെക്കുന്നത്. 2 കേസുകളിലായാണ് ഈ പ്രതികളെ ഇപ്പോൾ കസ്റ്റഡിയിൽ വാങ്ങിച്ചിരിക്കുന്നത്. 2020 മുതൽ ഓസ്ട്രേലിയയിലേക്ക് ലഹരി കടത്തിയതുമായി ബന്ധപ്പെട്ട കേസിലാണ് പ്രതി ഡിയോളിനെ 4 ദിവസത്തേക്ക് NCB കസ്റ്റഡിയിൽ മേടിച്ചിരിക്കുന്നത്. മറ്റൊന്ന്, ഈ കഴിഞ്ഞ ദിവസം മൂവാറ്റുപുഴ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായ എഡിസനെയും അതോടൊപ്പം തന്നെ അരുൺ തോമസിനെയും, ഈ 2 പേരെ, അങ്ങനെ ആകെ മൊത്തം ഈ കേസിലെ 3 പ്രതികളെ NCB കസ്റ്റഡിയിൽ മേടിച്ചിരിക്കുന്നു. 4 ദിവസത്തേക്കാണ് ഇവരെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടിയിരിക്കുന്നത്. ഒരുപക്ഷെ തെളിവെടുപ്പ് അടക്കമുള്ള നടപടിയിലേക്ക് NCB കടക്കും. കൂടുതൽ ആളുകളിലേക്ക് ഇവർ വഴി എത്താമെന്ന പ്രതീക്ഷയും NCBക്കുണ്ട്. എഡിസൺ നൽകിയ മൊഴി ഇതുവരെ പറയുന്നതനുസരിച്ച് കേരളത്തിൽ ഇതിൻ്റെ ഒരു ശൃംഖല വലിയ രീതിയിൽ പടർന്നു പന്തലിച്ച് കിടക്കുന്നുണ്ട് എന്നാണ്. അപ്പോൾ ആ ശൃംഖലയിലേക്കൊക്കെ എത്താൻ ഈ കസ്റ്റഡി ദിവസത്തിൽ NCBക്ക് ആകുമെന്ന പ്രതീക്ഷ പങ്കുവെക്കുന്നു. ഒപ്പം ഈ കേസിൽ ഇനി കസ്റ്റഡിയിൽ വാങ്ങാനുള്ളത് അഞ്ജുവിനെ കൂടിയാണ്. അതും അടുത്ത ദിവസം കസ്റ്റഡി അപേക്ഷ നൽകിയ അഞ്ജുവിനെ കൂടി കസ്റ്റഡിയിൽ വാങ്ങാനുള്ള ഒരു സാധ്യതയുണ്ട്. ചില സംശയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ദൂരീകരിക്കേണ്ടതുണ്ട്. അതുകൂടി പരിശോധിച്ച് വരികയാണ്. ഇന്നലെ നമ്മൾ പുറത്തുവിട്ട ഒരു പ്രധാനപ്പെട്ട വാർത്തയുണ്ട്. ഡാർക്ക് നെറ്റ് അതിൻ്റെ ഉപഭോക്താക്കൾക്ക് ഒക്കെ ഒരു നിർദ്ദേശം നൽകി. അതായത് എഡിസനും അരുൺ ബാബുവിനെ പോലുള്ള ആളുകളൊക്കെ പിടിയിലായിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തരം ഇടപാടുകൾ, ഡാർക്ക് നെറ്റ് വഴി ഇടപാടുകൾ നടത്തിയ ആളുകളൊക്കെ സൂക്ഷിക്കുക തുടങ്ങിയ ഒരു വീഡിയോ, ഒരു സന്ദേശമാണ് അതിനകത്ത് ക്രെഡ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ മുഖാന്തരം നൽകിയിട്ടുള്ളത്. അപ്പോൾ ഡാർക്ക് നെറ്റിലുള്ള ആളുകളൊക്കെ കൂടുതൽ വിജിലൻ്റ് ആയിരിക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ആ ശൃംഖല മുറിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ഉള്ളത്. എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയാണ് പ്രതികളെ NCBയുടെ കസ്റ്റഡിയിൽ വിട്ടത്. ശരി, വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.